നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപിന്റെ അന്ത്യശാസനം ഏറ്റു. ഗാസ യുദ്ധം തീരുന്നു. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ഹമാസും ഇസ്രയേലും അംഗീകാരം നൽകി. യുഎസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ ഒരാഴ്ചയിലേറെ നീണ്ട ചർച്ചകളാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി വ്യക്തമാക്കി. ഹമാസുമായുള്ള കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകാൻ ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേരും. വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിനായി ഇസ്രയേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് വ്യാഴാഴ്ചയാണ് യോഗം ചേരുന്നത്. ഭൂരിപക്ഷ മന്ത്രിമാരും കരാറിന് അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ട്. യുഎസിന്റെ പിന്തുണയോടെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ സാധ്യമാകുന്നത്. യുഎസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ 5 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചത് എന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഗാസ ജനതയുടെ ധീരതയുടെ വിജയമാണ് ഇതെന്ന് ഹമാസും പ്രതികരിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗാസയിലെങ്ങും ജനങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ സൈന്യം തുടരുമെന്ന ഇസ്രയേൽ നിലപാടിനെ ഹമാസ് എതിർത്തത് ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇരുപക്ഷവുമായി ഖത്തർ പ്രധാനമന്ത്രി വെവ്വേറെ നടത്തിയ അവസാനഘട്ട ചർച്ചകളിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഇസ്രയേൽ സൈനിക സാന്നിധ്യം കുറച്ചുകൊണ്ടുവരാൻ ധാരണയായിട്ടുണ്ട്. എങ്കിലും ഗാസയുടെ ഈജിപ്ത് അതിർത്തിയിലും ഫിലാഡൽഫിയയിലും ഇസ്രയേൽ കൈവശം വയ്ക്കുക തന്നെ ചെയ്യും. ഹമാസും പാലസ്തീൻ അതോറിറ്റിയും ഗാസ ഭരിക്കില്ല. യുദ്ധത്തിനിടെ പിടികൂടിയ 8000 പലസ്തീനികളിൽ 1000 പേരെ ഇസ്രയേൽ വിട്ടയക്കും. 3 ഘട്ട കരാർ ഇങ്ങനെയാണ്. 42 ദിവസം നീളുന്ന ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ ബന്ദികളായ 100 പേരിൽ 33 പേരെയാണ് മോചിപ്പിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 33 ബന്ദികളെ 6 ആഴ്ച കൊണ്ട് ഹമാസ് ഇസ്രയേലിന് കൈമാറും. ഇതിനു പകരമായി ഇസ്രയേലിന്റെ തടവറയിലുള്ള 2000-ഓളം പലസ്തീൻകാരെ മോചിപ്പിക്കും. ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും ഈ ഘട്ടത്തിൽ നടക്കും. വടക്കുനിന്ന് തെക്കോട്ടേക്ക് ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരായ പലസ്തീൻകാർക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ അവസരമൊരുങ്ങും. ഗാസയിലേക്ക് കൂടുതൽ ജീവകാരുണ്യ സഹായം എത്തിക്കും. വെടിനിർത്തൽ നിലവിൽ വന്ന 7 ദിവസത്തിനു ശേഷം ഈജിപ്തിലേക്കുള്ള റാഫ കവാടം തുറക്കും. ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിൽ തങ്ങുന്ന ഇസ്രയേൽ സൈന്യം പിന്മാറ്റം തുടങ്ങി. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ 16ാമത്തെ ദിവസം 2, 3 ഘട്ടത്തിന്റെ ചർച്ചകൾ ആരംഭിക്കും. 2ാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ പുരുഷന്മാരായ ബന്ദികളുടെ മോചനമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് കരുതുന്നത്. 3ാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും 3ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ ഉണ്ടാവുക. ബാക്കി ബന്ദികളുടെ മോചനവും ഈ ഘട്ടത്തിലാണ് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ഗാസ ആര് ഭരിക്കണം എന്ന തീരുമാനമുണ്ടാകേണ്ടതും ഈ 3ാം ഘട്ടത്തിൽ തന്നെയാണ്. യുദ്ധത്തിൽ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശവും തകർന്നടിയുകയും 23 ലക്ഷം പലസ്തീൻകാരിൽ 90% അഭയാർത്ഥികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ഹമാസ് കടന്നാക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിൽ 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 250 പേരെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ട്. നവംബറിൽ ഹ്രസ്വകാല വെടിനിർത്തലിൽ ഇതിൽ പകുതിയോളം പേരെയാണ് വിട്ടയച്ചിട്ടുള്ളത്. ഇതിനിടെ 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 62 പേർ കൊല്ലപ്പെട്ടതോടെ ആകെ മരണം 46,707 ആയിട്ടുണ്ട്. 1,10,265 പേർക്ക് പരിക്കേറ്റു. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ ഇന്ത്യയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബന്ദികളെ മോചിപ്പിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചയിലൂടെയും നയതന്ത്ര ഇടപാടിലൂടെയും പ്രശ്നം പരിഹരിക്കണം എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.